ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കുക്കറിൽ പെട്ടെന്നൊരു കൊഞ്ച് ബിരിയാണി വെച്ചാലോ. ഞാനിതെടുത്തിരിക്കുന്ന അരി ഫോർച്യൂണിൻ്റെ അരിയാണ് കേട്ടോ, നല്ല അരി കേട്ടോ. ഇത്രയും കൊഞ്ചുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊഞ്ച് തീയിൽ വെച്ചതിൻ്റെ ബാക്കി കുറച്ച് കൊഞ്ചെടുത്ത് വെച്ചത് കേട്ടോ. ഭയങ്കര മഴ തകർക്കുകയാണ്. ഇതുപോലൊക്കെ ഒരു മഴ ഉണ്ടോ ദൈവമേ, ഭയങ്കര മഴ. കിണറൊക്കെ അങ്ങ് നിറഞ്ഞ്. ഇനി ഇവിടെ കിണർ 2 തൊടിയും കൂടെ ഉള്ളൂ, 2-3 തൊടിയും കൂടെ ഉള്ളു, അതേപോലൊക്കെ വെള്ളം. അന്നേരം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, കൊഞ്ച് എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതിനകത്ത് ആവശ്യത്തിന് പച്ചക്കറി ഞാൻ ഇടുന്നതാണ്. നമ്മുടെ മക്കളൊക്കെ ഏത് പച്ചക്കറിയാണോ കഴിക്കാത്തതെന്ന് വെച്ചാൽ ആ പച്ചക്കറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പച്ചക്കറി അവരുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അന്നേരം ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ട് പട്ടയും ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ അത്യാവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഗരം മസാലയൊക്കെ ചതച്ച് എടുത്തതാണ്. കുറച്ച് മല്ലിയില. ഞാനിത് പച്ചക്കറിയായിട്ട് ക്യാരറ്റും തക്കാളിക്കും ഒരു പച്ചമുളകും സവാളയും കൂടെ എടുത്തേക്കുന്നത്. അന്നേരം നമുക്ക് ആ ഒരു മസാല ചതച്ചൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ പച്ചക്കറി കൂടി ഇട്ട് ഒന്ന് അതിൻ്റെ വെള്ളമയമൊക്കെ മാറി ഒന്ന് വാടി വരണം. നമ്മൾ ഈ കുക്കറി വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സായി പ്രത്യേക ഒരു ടേസ്റ്റാണ്. അല്ലാതെ വെക്കുന്ന വേറൊരു ടേസ്റ്റ്, കുക്കറി വെക്കുന്ന വേറൊരു ടേസ്റ്റ്. ഇത് മക്കൾക്ക് ഒന്ന് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് നമുക്കിത് ഉണ്ടാക്കാൻ. അന്നേരം ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ. ഇത് തലേദിവസം വെള്ളത്തിൽ കുതിർത്തതാണ്. പിന്നെ നമ്മുടെ കൊഞ്ച് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ വയണയില ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. അതും ഒരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും കൂടെ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ഒറ്റ വിസിൽ മതി കേട്ടോ, ഒരേ ഒരു വിസിൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു വിസിൽ അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയായിട്ട് എന്നാ മണമായിരുന്നറിയാവോ, നല്ല സൂപ്പർ മണമാണ്. അരിയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല. ഇത് ഫോർച്യൂണിൻ്റെ അരി, ഞാനിവിടെ ഫോർച്യൂണിൻ്റെ അരി ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല അരിയാണ്, വലിയ അരിയാണ്. ഇതാ കണ്ടോ, നല്ല ടേസ്റ്റി കൊഞ്ച് ബിരിയാണി. കൊഞ്ചിൻ്റെ കൂടെ നമ്മൾ അച്ചാർ കഴിക്കാൻ പാടില്ല, ഇച്ചിരി സലാഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കേ.